ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. പത്മകുമാറിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പത്മകുമാർ അത് അനുഭവിക്കേണ്ടി വരും. ഇപ്പം പത്മകുമാർ കുറ്റക്കാരനാണെന്ന് പറയാനിപ്പോൾ പറ്റില്ല, ഇപ്പം ചോദ്യം ചെയ്യുന്നേ ഉള്ളൂ. ഇനി മറ്റു കുറേ നടപടികളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് നിയമസഭയുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് തടയുന്നതിന് വേണ്ടി മറ്റാർക്കും തന്നെ അധികാരമില്ല എന്നുള്ള നിലയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ദൈനംദിന ഭരണം നടത്തേണ്ട അവകാശവും അധികാരവും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണെന്ന് ഇവിടെ പറയുന്നു. അത് തന്നെ സൂചിപ്പിക്കുന്നത് ഗവർണർമാർ ആവശ്യമില്ലാതെ ഭരണഘടനാ വിരുദ്ധമായി ദൈനംദിന ഭരണത്തിൽ ഇടപെടുന്നതും ദൈനംദിന ഭരണത്തിന് സഹായകരമായ നിലയിൽ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അനന്തമായി അതിന് അംഗീകാരം കൊടുക്കാതിരിക്കുന്നതിനും എതിരെയുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരള ഗവർണർ അദ്ദേഹം ഒപ്പിട്ട് അംഗീകാരം നൽകേണ്ട ബില്ലുകൾ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. DEO AEO നിലവാരത്തിലാണ് ഈ ഉദ്യോഗസ്ഥ നിയമന അപ്രൂവൽ നൽകേണ്ടത്. AEOമാരും DEOമാരും പ്രിൻസിപ്പൽ പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. അവരൊരു 6 മാസത്തിനും 1 വർഷത്തിനിടയിൽ പെൻഷൻ പറ്റി പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പെൻഷൻ പറ്റി പോകും. അതുകൊണ്ട് തന്നെ അവർ ഒരു തീരുമാനം കൈക്കൊള്ളുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി DEOമാരുടെ AEOമാരുടെ ഒരു ദിവസത്തെ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല 2 അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഭിന്നശേഷിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അത് ഇടപെട്ട് പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ DD ഓഫീസുകളിലും ഇത്രയും ഇടപെടൽ നടത്തിയിട്ട് പോലും DD ഓഫീസുകളിലും RDD ഓഫീസുകളിലും ഫയലുകൾ യഥാസമയം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സംഭവങ്ങളുണ്ടെന്നാണല്ലോ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ അഴിമതി കാണിക്കുന്ന ആരായിരുന്നാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ കാണിക്കുന്ന പ്രശ്നമില്ല. വിദ്യാഭ്യാസ വകുപ്പിലും കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് നിരവധി ആൾക്കാരെയാണ് നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.